So, good morning to all of you. Today, we are going to deal with the essay Artificial Intelligence by Gareth Southwell. Gareth Southwell എഴുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന എസ്സേ ആണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഈ ഒരു എസ്സേയിലെ ഏതാനും ആശയങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. So in the last class, in the previous class, we had already discussed about, I had already given you an introduction to this essay. ഈ ഒരു എസ്സേക്ക് ആമുഖം എന്നോണം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Now, let us discuss the points that I have given you. So I had circulated all the text material last week. So I hope you had read it. കുറച്ച് പേരെങ്കിലും ആ ഒരു text material വായിച്ചു നോക്കിയിട്ടുണ്ടാവണം. You might have read the main points that I had circulated. Now, let me go to the presentation of that essay. Okay, കാണാൻ പറ്റുന്നുണ്ടോ screen? Can you see the screen? Yes, sir. Okay. So let us look into the, okay, thanks. Let's look into the main points, because you know that we have this text, and in this text we have the complete essay. I'm not reading the complete essay because you can read that. What I'm going to teach you is an abridged version of that essay. ഈ ഒരു essay തന്നെ കുറച്ചും കൂടി ലളിതവൽക്കരിച്ചാണ് ഞാൻ ഈ വായിക്കുന്നത്. Okay, I'm going to read only the points, right, and the explanations. So first, let us start with the author. ഈ ഓത്തറിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യാം. Gareth Southwell ആണ് author. Gareth Southwell is a reputed British and professional illustrator living in Wales. Wales എന്ന പ്രദേശത്ത് ജീവിക്കുന്ന ഒരു എഴുത്തുകാരനാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ചിന്തകനും കൂടിയാണ് ഇദ്ദേഹം. Okay, he is primarily interested with the creation of online learning materials and knowledge-based websites. അപ്പോൾ വളരെ സമകാലീന പ്രാധാന്യമുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ഇദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ വളരെ വിശദമായിട്ട് പഠിച്ചിരുന്നു. ഇദ്ദേഹം പ്രധാനമായിട്ടും പഠിച്ചത് എങ്ങനെയാണ് ഓൺലൈൻ വിദ്യാഭ്യാസ മേഖലയെ രൂപപ്പെടുത്തി എടുക്കാം. കാരണം ഇതിനെക്കുറിച്ച് മുൻപ് തന്നെ ചിന്തകർ ധാരാളം പഠനങ്ങൾ നടത്തിയിരുന്നു. ഇദ്ദേഹം ഇതിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ തന്നെ ഒരു സ്കോളറാണ്, വളരെയധികം പഠിച്ചിട്ടുണ്ട്. ഓൾ റൈറ്റ്, 1 second. So the essay Artificial Intelligence is an excerpt from Southwell's famous book 50 Philosophy of Science Ideas You Really Need to Know, which was published in 2013. 2013 അദ്ദേഹം പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകമാണ് 50 Philosophy of Science Ideas You Really Need to Know എന്നുള്ള ആ ഒരു പുസ്തകത്തിലെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. ഈ ഭാഗത്തിന്റെ പേര് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എന്താണ് നിർമ്മിത ബുദ്ധി എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മനുഷ്യന്റെ ജീവിതത്തിനെ വളരെയധികം ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നിർമ്മിത ബുദ്ധി വളരെയധികം ഉപയോഗിച്ച് കാണുന്നത്. പ്രധാനമായിട്ടും വീട്ടിലെ ജോലികൾ ചെയ്യുന്നതിന് വേണ്ടി, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ടേക്ക് ദ കേസ് ഓഫ് വാഷിംഗ് മെഷീൻ. നമുക്ക് വാഷിംഗ് മെഷീൻസ് നമുക്ക് എടുക്കാം. ഇപ്പം വാഷിംഗ് മെഷീൻസ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില വാഷിംഗ് മെഷീൻസ് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. അതായത് നമ്മൾ അഴുക്ക് പുരണ്ട വസ്ത്രങ്ങൾ അതിൽ ഇടുകയും അതിന് കഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഡിറ്റർജൻസ് ഇട്ട് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും കഴുകുകയും അത് ഏകദേശം ഉണക്കി നമുക്ക് തരുന്നതാണ്. അതേസമയം ദിസ് ഇസ് ഫുള്ളി, ഞാൻ പറയുന്നത് ഐ എം ടോക്കിംഗ് അബൌട്ട് ഓട്ടോമേഷൻ, ബിക്കോസ് ദാറ്റ് പർട്ടിക്കുലർ washing machine is programmed artificially. It has the intelligence to completely wash the clothes. Did you understand? And if possible, even dry the
clothes. അല്ലെ, പൂർണ്ണമായിട്ടും നമുക്ക് വസ്ത്രം അലക്കി അതിനെ ഉണക്കിയാണ് അത് തരുന്നത്. So this means that the machine is incorporated with some intelligence. Similarly, you can take the case of robots. You can also take about this Alexa, Amazon Alexa. ആമസോൺ അലക്സ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ശബ്ദം നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിന് അനുസരിച്ച് അത് ഗൂഗിളിൽ നിന്നോ മറ്റോ ഒക്കെ സെർച്ച് ചെയ്ത് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞു തരുന്ന ഒരു ഉപകരണമാണ്. അതുപോലെ തന്നെ ആമസോൺ അലക്സ ഉപയോഗിച്ച് നമുക്ക് ലൈറ്റ്സ് ഓൺ ചെയ്യാം, നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ ഓൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയും ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ദിസ് ഇസ് ഓൾ എക്സാമ്പിൾസ് ഓഫ് ഓട്ടോമേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. വളരെ കാലികമായിട്ടുള്ള, വളരെ അതിതീവ്രമായിട്ടാണ് ലോകം ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ ദോ വി ആർ ഇൻ ലോക്ക്ഡൗൺ, ധാരാളം ഓട്ടോമേഷൻ, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഞാനിപ്പോൾ പറഞ്ഞ ഉദാഹരണങ്ങൾ. അതുപോലെ തന്നെ റോബോട്ട്സ്. യു ഹാവ് റോബോട്ട്സ് ടു ടേക്ക് കെയർ ഓഫ് യു. നിങ്ങളെ വേണമെങ്കിൽ വിളിച്ചുണർത്തുന്നതിനും നിങ്ങളെ ഓരോ കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്ന robots ഉണ്ട്. So these are all examples of artificial intelligence. You might be telling that, or we might be thinking that we are not living in the world of artificial intelligence. നമ്മൾ artificial intelligence ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ കരുതും. പക്ഷേ understand the fact that we are currently living in the era of artificial intelligence. Right. Now, let me go to the next point. In the essay prescribed for study, the author puts to analysis the contemporary age of communication networks, computer-assisted technologies, and especially artificial intelligence. മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു എസ്സേയുടെ പേര് തന്നെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ് ഇതിന്റെ പേര് പോലെ തന്നെ ഈ ഒരു എസ്സേയിൽ ഇദ്ദേഹം പ്രതിപാദിക്കുന്നത് നിർമ്മിത ബുദ്ധിയെ കുറിച്ചാണ്. He wonders as to whether computers and artificial intelligence can really replace and even undermine the human existence. ഇദ്ദേഹം ഈ ഒരു എസ്സേയിൽ പരിശോധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു വരിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഈ ഒരു എസ്സേയിൽ പരിശോധിക്കുന്നത് നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ടെക്നോളജീസ്, കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ക്ലാസ് പോലും, അല്ലേ? അപ്പോൾ ഇവയൊക്കെ തന്നെ മനുഷ്യനെ റീപ്ലേസ് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ മനുഷ്യന്റെ ആവശ്യം പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കുമോ, മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ഇവ ചോദ്യം ചെയ്യുമോ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ബിക്കോസ് വി ഹാവ് ഗോട്ട് മെഷീൻസ്, വി ഹാവ് ഗോട്ട് എക്യുപ്മെന്റ്സ് വിച്ച് വർക്ക്സ് എക്സാക്ട്ലി ലൈക്ക് ഹ്യൂമൻ ബീങ്സ്. ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന അതേ രീതിയിൽ തന്നെയുള്ള ഉപകരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ആവശ്യം ഏതെങ്കിലും രീതിയിൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ഇവ ചോദ്യം ചെയ്യുമോ എന്നാണ് ഇവിടെ പറയുന്നത്. I'll tell you a very simple example. Let's take the case of factories. ഇപ്പോൾ ഫാക്ടറികളിൽ മുൻകാലങ്ങളിൽ നമുക്കറിയാവുന്നതാണ്, മനുഷ്യന്റെ കൈകൾ കൊണ്ടാണ് ഉപകരണങ്ങൾ ഉണ്ടാക്കിയിരുന്നത് പണ്ടൊരു കാലത്ത്. അപ്പോൾ ഒരു ഫാക്ടറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെറ്റ്സ് സേ 50 people or 200 people are working to create that product. ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് 10, 50, 200 പേര് ജോലി ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇതേപോലെ തന്നെ you have now factories with robots or with computers with artificial intelligence. കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ മെഷീൻസ് അല്ലെങ്കിൽ റോബോട്ട്സ് ഈ മനുഷ്യൻ ചെയ്യുന്ന അതേ പ്രവർത്തനം അതിവേഗത്തിൽ, അതിതീവ്രതയിൽ, അത്രയ്ക്ക് പെർഫെക്ഷനോടുകൂടി ചെയ്യുകയാണ്. കാരണം ഇഫ് യു ടേക്ക് ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ ബീങ്സ്, ഫോർ എക്സാമ്പിൾ, ചില ദിവസങ്ങളിൽ യു മൈറ്റ് ഹാവ് ഹെഡ് ഏക്ക്,
യു മൈറ്റ് ഫീൽ ടയേർഡ്, ചിലപ്പോൾ ക്ഷീണം തോന്നാം, അല്ലെങ്കിൽ ചിലപ്പോൾ തലവേദന ഉണ്ടാവും. അപ്പം മനുഷ്യർക്ക് ആ ഒരു പെർഫെക്ഷനോടെ ജോലി ചെയ്യാനായിട്ട് പറ്റില്ല. ഈവൻ നൗ ഐ എം ഹാവിങ് എ ഹെഡേക്ക് because I am using the computers too long in online sessions. So I feel a kind of headache now. When I place this headset, I feel headache. So um, അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്ക് നല്ല രീതിയിൽ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ പ്രവർത്തിക്കാൻ പറ്റാതെ വരും, അല്ലേ? ബട്ട് this is not the case in the case of robots. റോബോട്ട്സിന് ഇങ്ങനെയുള്ള ഹെഡ് ഏക്സോ ഫിസിക്കൽ എക്സേഷനോ ഒന്നും വരില്ല. അവരെ കാര്യം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഫാക്ടറിയിൽ സാലറി പോലും കൊടുക്കാതെ, മനുഷ്യർക്ക് സാലറി പോലും കൊടുക്കാതെ ഇവരെ നിർത്താൻ നമുക്ക് പറ്റും, അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ സാധാരണ ജനങ്ങളുടെ ജോലിയാണ് അവിടെ നഷ്ടപ്പെടുന്നത്. എത്രയോ പേരുടെ ജോലി അവിടെ നഷ്ടപ്പെടുന്നു. ആ രീതിയിലാണ് ഇവിടെ പറഞ്ഞത്, ഇറ്റ് ക്യാൻ അണ്ടർമൈൻ ദ ഹ്യൂമൻ എക്സിസ്റ്റൻസ്. മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയില്ലേ എന്നാണ് ഈ ഒരു എസ്സേയിൽ അദ്ദേഹം പരിശോധിക്കുന്നത്. Can you hear me? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes, sir. Okay. Computers can neither think of themselves, neither do they possess consciousness, which human beings are endowed with. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കമ്പ്യൂട്ടേഴ്സ് ആർ നോട്ട് കോൺഷ്യസ്. എന്താണ് കോൺഷ്യസ്? മനുഷ്യന്റെ മനസ്സ് എന്ന് നമ്മൾ പറയാറില്ലേ? അപ്പോൾ മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്ന ഒരു റോബോട്ട് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ആ ഒരു റോബോട്ടിന് നിങ്ങളെ രാവിലെ വിളിച്ചുണർത്തുവാനായിട്ട് പറ്റുമായിരിക്കും. ഒരു പക്ഷേ ആ ഒരു റോബോട്ടിന് നിങ്ങളെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ പ്രകാരം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരികയും വേണമെങ്കിൽ ഭക്ഷണം പാചകം ചെയ്ത് തരാൻ വരെ സഹായിച്ചേക്കാം, തുണികൾ അലക്കുവാൻ ചെയ്യുന്നത് പോലെ. പക്ഷേ ഇവയ്ക്കൊക്കെ തന്നെ ഒരു മനുഷ്യന്റെ മനസ്സിനെ പോലെ ക്രിയാത്മകമായി ചിന്തിക്കുവാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. ഇവയ്ക്കൊന്നും തന്നെ അത് പറ്റില്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിന് വിഷമം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് വന്നിട്ട് മേ ബി ആ ഒരു റോബോട്ട് പ്രോഗ്രാംഡ് ആണെങ്കിൽ, അരുൺ, ആർ യു ഓക്കെ ടുഡേ? അപ്പൊ ഞാൻ പറയണം ഐ എം നോട്ട് ഫീലിംഗ് ഓക്കെ. ഇപ്പൊ റോബോട്ട് ചിലപ്പോൾ പറഞ്ഞേക്കാം, ഓ ഐ എം സോറി ഫോർ ദാറ്റ് എന്ന് പറഞ്ഞ റോബോട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. അതേസമയം ഒരു മനുഷ്യൻ, ഒരു സുഹൃത്താണെങ്കിൽ ആ ഒരു സുഹൃത്ത് വന്നിട്ട് യു ആർ നോട്ട് ഫീലിംഗ് ഓക്കെ, ഐ തിങ്ക് ഐ ഹാവ് എ സൊല്യൂഷൻ. മനുഷ്യന് മാത്രമേ ഇത്തരത്തിൽ മനുഷ്യനെ അറിഞ്ഞ്, ഹൃദയത്തിനെ അറിഞ്ഞ് പെരുമാറാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇത്തരം മെഷീൻസിന് ഒരു പക്ഷേ മനുഷ്യനേക്കാൾ ക്രിയാത്മകമായി നല്ല രീതിയിൽ ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷേ അതൊരിക്കലും ഒരു മനുഷ്യന്റെ പൂർണ്ണതയിലെ റീപ്ലേസ് ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ഇതാണ് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം. Right. Computers are created and programmed by human intellect, and at certain times can even outperform human capabilities and performance. ഇവയുടെ പ്രാധാന്യം എന്നാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി, ഇങ്ങനെയുള്ള റോബോട്ട്സ്, ഇങ്ങനെയുള്ള കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ടെക്നോളജി, ഇവയ്ക്കെല്ലാം തന്നെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. I'll tell you another example. തയ്യൽ മെഷീനുകൾ നമുക്ക് എടുക്കാം. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് തയ്യൽ മെഷീനുകളുണ്ട്. അപ്പോൾ ഇതില് ഒരു കമ്പ്യൂട്ടർ കാണും, അടുത്ത് ഈ ഒരു തയ്യൽ മെഷീൻ, അതൊരു റോബോട്ട് ആയിരിക്കും. അപ്പോൾ എനിക്ക് കമ്പ്യൂട്ടറിൽ ഏത് നിശ്ചിത അളവിലാണോ എനിക്ക് തയ്ക്കേണ്ടത് അതിൻ്റെ ഒരു രൂപരേഖ എനിക്ക് കമ്പ്യൂട്ടറിൽ വരയ്ക്കുകയും ആ ഒരു നിർദ്ദേശം ഈ ഒരു തയ്യൽ മെഷീന് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് വളരെ നല്ല രീതിയിൽ, ഒരു മനുഷ്യനേക്കാൾ വളരെ നല്ല രീതിയിൽ അതിന് ചെയ്യുവാനായിട്ട് സാധിക്കും. വളരെ പെർഫെക്ഷൻ ആണ് ഈ മെഷീൻസിന് ഉള്ളത്. റൈറ്റ്. സോ ദിസ് ഇസ് വൺ ക്വാളിറ്റി. പക്ഷേ ഇവ മനുഷ്യനെ റീപ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുമോ? അത് ഇല്ല എന്നുള്ളത് തന്നെയാണ് അർത്ഥം. കാരണം മനുഷ്യനെ പൂർണ്ണമായും, ഒരു മനുഷ്യനെ പോലെ ഒരു മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്നുള്ളതാണ് ഉത്തരം. However, given the fact that computers are super smart, they are indeed capable of comprehending certain facts which a human being alone can comprehend. ഈ ഒരു
ആശയമാണ് ഇദ്ദേഹം പ്രധാനമായിട്ടും ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇത്തരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന ടെക്നോളജി പൂർണ്ണമായിട്ടും മനുഷ്യനെ റീപ്ലേസ് ചെയ്യുവാനായിട്ടും പറ്റുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ ഇദ്ദേഹം പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇനി താഴെ വരുന്ന ഭാഗങ്ങളിൽ പറയുന്നത്. ഓൾ റൈറ്റ്. Now, to the next point, the author begins the essay by mentioning about a test conducted by Alan Turing, a mathematician. ഇദ്ദേഹം ഈ ഒരു വിഷയത്തെക്കുറിച്ച് അവഗാഹത്തിൽ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം അലൻ ട്യൂറിംഗ് എന്ന മാത്തമാറ്റീഷ്യൻ പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ഒരു ടെസ്റ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. നമുക്ക് എന്താണ് ആ ഒരു ടെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. The test involves a person engaged in a conversation via texting with two individuals. അപ്പോൾ ഇതാണ് അലൻ ട്യൂറിംഗ് എന്ന മാത്തമാറ്റീഷ്യൻ ചെയ്ത ടെസ്റ്റ്. ഇദ്ദേഹം ചെയ്തത് ഒരു വ്യക്തി ഒരു ഡിവൈസിൽ നിന്നുകൊണ്ട്, ഒരു കമ്പ്യൂട്ടറിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു മൊബൈലിൽ നിന്നുകൊണ്ടോ ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കുകയാണ്. അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്യാണ്, ചാറ്റ് ചെയ്യാണ് എന്ന് പറയാം. അപ്പൊ ഇദ്ദേഹം രണ്ട് വ്യക്തികളുമായിട്ട് ഗ്രൂപ്പ് ചാറ്റിലാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ഓഫ് വിച്ച് വൺ വാസ് എ കമ്പ്യൂട്ടർ. അപ്പൊ ഇദ്ദേഹം സംസാരിക്കുന്നതിൽ ഒരു വ്യക്തി മനുഷ്യനും മറ്റേ വ്യക്തി ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്ന ഒരു കമ്പ്യൂട്ടറുമാണ്. അപ്പൊ നിങ്ങളൊക്കെ തന്നെ ഇത്തരം ചാറ്റ്സിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചില പരാതികൾ പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ടേക്ക് ദ കേസ് ഓഫ് BSNL തന്നെ നമുക്ക് ഇന്റർനെറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചില ആമസോണിൽ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് നമുക്കത് കിട്ടിയില്ല. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും കസ്റ്റമർ സർവീസിനെ നമ്മൾ തീർച്ചയായിട്ടും സമീപിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പലതും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് പലപ്പോഴും ഓട്ടോമേറ്റഡ് ആയിരിക്കും. നമ്മൾ ഹലോ എന്ന് ചോദിക്കുമ്പോൾ യെസ്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. അപ്പൊ നിങ്ങൾ പറയും എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭിച്ചിട്ടില്ല. അപ്പൊ തിരിച്ച് പെട്ടെന്ന് പറയും വിച്ച് പ്രോഡക്റ്റ് ഡിഡ് യു മീൻ. ഇപ്പൊ ഒരു ലിസ്റ്റ് തരും, ഏതൊക്കെ നമ്മൾ അടുത്ത ഇടയ്ക്ക് വാങ്ങിച്ച പ്രോഡക്ട്സിന്റെ ഒരു ലിസ്റ്റ് നമുക്ക് തരും. എന്നിട്ട് അവസാനം ചർച്ച ചെയ്തിട്ടും ആ ഒരു പ്രശ്നം തീർന്നില്ലെങ്കിൽ, ശരി, ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവിലേക്ക് കൈമാറാം, എന്നെ കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് ആദ്യമേ ഈ നമ്മൾ ചാറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എ പേഴ്സൺ, ഇറ്റ്സ് ആക്ച്വലി എ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഒരു ആർട്ടിഫിഷ്യൽ നിർമ്മിതമായിട്ടുള്ള ബുദ്ധിയാണ്. അതിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്തപ്പോൾ അത് ഒരു മനുഷ്യൻ, ഒരു എക്സിക്യൂട്ടീവിനേക്ക് കൈമാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുപോലെ ഒരു ചാറ്റാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ അറിയാറില്ല ഇതൊരു കമ്പ്യൂട്ടറാണ് നമ്മളോട് ചാറ്റ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഒരു മനുഷ്യൻ തന്നെയാണ് അങ്ങേ തലപ്പത്തിരുന്ന് സംസാരിക്കുന്നതെന്ന്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുപോലെ ഇവിടെ ഒരു മനുഷ്യൻ, അലൻ ട്യൂറിംഗ് ചെയ്ത ഈ ഒരു എക്സ്പെരിമെന്റിൽ ഇദ്ദേഹം രണ്ട് പേരോട് ചാറ്റ് ചെയ്യുകയാണ്. ഇതിൽ ഒരാൾ കമ്പ്യൂട്ടറാണ് എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് അടുത്ത വരി വായിക്കാം. The test was in fact trying to identify whether the human being was indeed capable of identifying the presence of the computer. ഇദ്ദേഹം പരിശോധിച്ചത്, അലൻ ട്യൂറിംഗ് പരിശോധിച്ചത്, ഇതിൽ യഥാർത്ഥത്തിൽ ആ ഒരു മനുഷ്യന്, ചാറ്റ് ചെയ്യുന്ന മനുഷ്യന് രണ്ടാമത്തെ വ്യക്തി കമ്പ്യൂട്ടർ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നാണ് അലൻ ട്യൂറിംഗ് പരിശോധിച്ചത്. ഓക്കെ, അപ്പൊ ടെസ്റ്റിന്റെ റിസൾട്ടിനെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നില്ല. പക്ഷെ ഈ ടെസ്റ്റിനെ കുറിച്ചാണ് ഈ എസ്സേ എഴുതിയ വ്യക്തി കൂടുതലായിട്ട് പരാമർശിക്കുന്നത്. നമുക്കതിലേക്ക് നോക്കാം. ഇൻ ദ കേസ് മെൻഷൻഡ് അബവ്, ട്യൂറിംഗ് ആർഗ്യൂഡ് that computers could be treated intelligent if the human failed in identifying it during the process of the chatting. ട്യൂറിംഗ് പറഞ്ഞത് ഇതാണ്, അദ്ദേഹം ഒബ്സർവ് ചെയ്ത ഒരു കാര്യം ഇതാണ്, നിരീക്ഷിച്ച ഒരു കാര്യം ഇതാണ്. ആ ഒരു മനുഷ്യന് ചാറ്റ് ചെയ്തത് ഒരു കമ്പ്യൂട്ടറിനോടല്ല എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചാൽ അതിനർത്ഥം ആ ഒരു കമ്പ്യൂട്ടർ
മനുഷ്യനേക്കാൾ ഇന്റലിജന്റ് ആണ് എന്നാണ് അർത്ഥം എന്നാണ് ട്യൂറിംഗ് നിരീക്ഷിച്ചത്. ട്യൂറിംഗ് നടത്തിയ ഒരു പരീക്ഷണത്തിൽ നിന്നും നിരീക്ഷിച്ച ഒരു കാര്യമാണ് ഇത്. അപ്പോൾ ഇവിടെ അലൻ ട്യൂറിംഗ് എന്ന ഈ ഒരു സയന്റിസ്റ്റ് പറഞ്ഞു വരുന്നത്, ആധുനിക ലോകത്ത് നിർമ്മിത ബുദ്ധി വളരെയധികം വികസിച്ചു കഴിഞ്ഞിരിക്കുന്നു. പലപ്പോഴും മനുഷ്യന്റെ ബുദ്ധിയേക്കാൾ തന്നെ ഇന്ന് വളരെയധികം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എഴുത്തുകാരനായ ഗാരത്ത് സൗത്ത്വെല്ലിന് ഒരു സംശയം, അങ്ങനെ വരികയാണെങ്കിൽ, നിർമ്മിത ബുദ്ധി ഈ രീതിയിൽ വളർന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഈ ഇവ ചോദ്യം ചെയ്യില്ലേ എന്നുള്ള ഒരു സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണത്. അതിനെക്കുറിച്ച് തന്നെയാണ് ഇദ്ദേഹം ചർച്ച ചെയ്യുന്നത്. എന്തായാലും അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. Can you hear me? Are you able to hear me? Can you confirm? Yes, sir. This essay is a bit difficult because we are not science students, but I'm trying my level best to let you understand the essay. ഈ essay മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കുകയാണ്. Because we are not from the science background. നമ്മൾ ആരും തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരല്ല. Let's look at the next paragraph. Out of the test conducted by Turing, the UTM, Universal Turing Machine, was soon devised. അങ്ങനെ ഇദ്ദേഹം നടത്തിയ ഈ ഒരു പരീക്ഷണത്തിൽ നിന്നും ഇദ്ദേഹം പിന്നീട് അങ്ങോട്ട് UTMs നിർമ്മിക്കപ്പെടുകയുണ്ടായി. UTMs എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ട്യൂറിംഗ് മെഷീൻ എന്നാണ് അർത്ഥം. നിർമ്മിത ബുദ്ധി കൊണ്ട് പ്രവർത്തിക്കുന്ന, ചാറ്റ് ചെയ്യാൻ കഴിവുള്ള ചില ഉപകരണങ്ങളാണ് UTMs. The machine could be programmed to conduct any sort of activities and could even think, react and communicate. അപ്പോൾ ഇവയ്ക്ക് ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ പോലെ റിയാക്ട് ചെയ്യാനും തിങ്ക് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഓൺലൈനിൽ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങിക്കാൻ ശ്രമിച്ചു. പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയില്ല. വീട്ടിൽ ഞാൻ പരാതി പറയുകയാണ്. ഐ എം കംപ്ലൈനിങ് ടു ദ കസ്റ്റമർ സർവീസ്. അപ്പോൾ ഞാൻ ഹലോ പറയുമ്പോൾ തിരിച്ച് യെസ് ഹലോ ഡു യു നീഡ് സം ഹെൽപ്പ് എന്ന് ആ മെഷീൻ തിരിച്ചു ചോദിക്കുന്ന അത്തരം പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുന്ന UTMs ധാരാളമായിട്ട് ലോകത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്ന് കസ്റ്റമർ സർവീസിലൊക്കെ UTMs ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളൊക്കെ ചാറ്റും ചെയ്തിട്ടുണ്ടാവും ഇവയുമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലാണ്. ഒരു പക്ഷെ നമ്മൾ ആമസോൺ അലക്സ ഒന്നും വീട്ടിൽ ഉപയോഗിക്കുന്നില്ല. ലൈറ്റ് ഓൺ ചെയ്യാനും പാട്ട് കേൾക്കുവാനും ഫാൻ ഓൺ ചെയ്യാനും വാഷിംഗ് മെഷീൻ ഓൺ ചെയ്യാനും ഒക്കെ ചില സ്ഥലങ്ങളിൽ, ചില വികസിത സ്ഥലങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട്. I'll tell you a simple example again of artificial intelligence. There was this advertisement in television which showcases Mohanlal. സ്വന്തം കൈ ഇങ്ങനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുമ്പോൾ ലൈറ്റ് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്ന ഒരു പരസ്യ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു സ്വിച്ചിന്റെ പരസ്യമാണത്. നമ്മൾ പണ്ട് ചെന്ന് ഫോഴ്സ്ഫുൾ ആയിട്ട് സ്വിച്ചിനെ ഓൺ ചെയ്യുന്നതിന് പകരം ഇന്ന് നിർമ്മിത ബുദ്ധി എവിടെ നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കുക. കൈ മുകളിലേക്ക് നീക്കുമ്പോൾ ആ ഒരു ചലനം മനസ്സിലാക്കി സ്വിച്ച് ഓട്ടോമാറ്റിക്കലി ലൈറ്റ് ഓൺ ചെയ്യുകയാണ്. ആ പരസ്യ ചിത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം, റൈറ്റ്? ഞാനത് നിർമ്മിത ബുദ്ധി എന്താണ് എന്ന് പലപ്പോഴും നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ, ഒരു പക്ഷേ ഇത് വികസിത രാജ്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് പറഞ്ഞത്. ഇനി അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എവിടെയൊക്കെയോ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു, നാളെ കൂടുതലായി വീടുകളിൽ തന്നെ ഉപയോഗിക്കും, റൈറ്റ്? നൗ അടുത്തതായിട്ട് ഒരു സബ് ഹെഡിങ് ആണ്, ഇദ്ദേഹത്തിന്റെ എസ്സേയിലെ ഒരു സബ് ഹെഡിങ് ആണ്, കമ്പ്യൂട്ടേഴ്സ് ഔട്ട് പെർഫോം ഹ്യൂമൻസ്. മനുഷ്യനേക്കാൾ ഇന്ന് വളരെ കാര്യക്ഷമമായി കമ്പ്യൂട്ടേഴ്സിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു
ചില പോയിന്റ്സ് ആണ് ഇദ്ദേഹം പറയുന്നത്. നിർമ്മിത ബുദ്ധി മനുഷ്യനേക്കാൾ നന്നായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു ഫാക്റ്റ് ആണ്. അദ്ദേഹം ഇത് സമ്മതിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ഏതാനും പോയിന്റുകൾ. Having understood about UTMs, we can clearly argue that artificial intelligence is already established. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിർമ്മിത ബുദ്ധിയുടെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. Artificial intelligence is capable of performing decision-making tasks with accuracy and efficiency. പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതിന് വേണ്ട തക്കതായിട്ടുള്ള മറുപടികൾ നൽകുന്നതിനും ഒക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധിക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, ആമസോണിലൂടെ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത എനിക്ക് അത് ലഭിച്ചില്ല. ഞാൻ കസ്റ്റമർ സർവീസിൽ ഞാൻ പരാതിപ്പെട്ടപ്പോൾ അങ്ങേ തലക്കത്തിരിക്കുന്ന ഒരു മനുഷ്യനല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ് എന്ന് മനസ്സിലാക്കുക. ഞാൻ ഹലോ എന്ന് പറയുമ്പോൾ ഹലോ ഗുഡ് മോർണിംഗ് അരുൺ എന്ന പേര് സഹിതം പറയാൻ സാധിക്കുന്ന ആ ഒരു നിർമ്മിത ബുദ്ധി. എൻ്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുന്നു. ഞാൻ ആ പ്രോഡക്റ്റ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കും, അതിലൊരു തടസ്സം വന്നിട്ടുണ്ട് എന്ന് ആ ഒരു പ്രോഡക്റ്റിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എവിടെയാണ്, ഏത് സ്ഥലത്ത് എത്തിച്ചേർന്നു എന്ന് പോലും നോക്കി കണ്ടുപിടിച്ചു തരാൻ സാധിക്കുന്ന നിർമ്മിത ബുദ്ധി അടങ്ങുന്ന ലോകത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നിർമ്മിത ബുദ്ധി മനുഷ്യനേക്കാൾ വളരെ സ്മാർട്ടാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. The author then ponders over the question whether we should feel overwhelmed or belittled by the success of artificial intelligence. പലപ്പോഴും ശാസ്ത്രജ്ഞർക്ക് മാത്രമല്ല, സാധാരണ മനുഷ്യർക്ക് പോലും തോന്നുന്ന ഒരു സംശയമാണ്, ഇനി ഇത്തരം നിർമ്മിത ബുദ്ധി മനുഷ്യനെ കവച്ചു വെക്കുമോ എന്നുള്ള ഒരു ചിന്ത പലർക്കും തോന്നാറുണ്ട്. He says that computers and computer-assisted artificial intelligence is created to outperform human beings. തീർച്ചയായിട്ടും അതിബുദ്ധിമാന്മാരാണ്, വെരി ഇന്റലിജന്റ് സയന്റിസ്റ്റ്, അതിബുദ്ധിമാന്മാരായ ശാസ്ത്രജ്ഞരാണ് ഇവയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ബുദ്ധിയുള്ള മനുഷ്യരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന മെഷീനുകൾ സ്മാർട്ട് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല എന്ന് അദ്ദേഹം പറയുന്നു. There is nothing to be ashamed at the performance of artificial intelligence, for it is crafted out of human intellect. അത്രയേറെ പ്രാഗൽഭ്യം തെളിയിച്ച മനുഷ്യരാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. And so there is no wonder that these machines are smart. Moreover, the efficiency of computers have been excellent ever since its inception. എന്ന് മാത്രമല്ല, കമ്പ്യൂട്ടേഴ്സ്, നമുക്ക് കാൽക്കുലേറ്റേഴ്സ് എടുക്കാം. കാൽക്കുലേറ്റേഴ്സ് എന്ന് മുതൽ ഉപയോഗിക്കുന്നതാണ്, എത്രയോ വർഷങ്ങളായി മനുഷ്യൻ ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടേഴ്സോ കാൽക്കുലേറ്റേഴ്സോ ഒക്കെ തന്നെ എടുക്കൂ, ഇവയെല്ലാം തന്നെ മനുഷ്യനേക്കാൾ എത്ര നല്ല രീതിയിലാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പൊ അവ അങ്ങനെ നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനർത്ഥം മനുഷ്യന് ഒരു കുറവ് തോന്നണ്ട. ബിക്കോസ് ദീസ് electronic items, these products of artificial intelligence, they are created by intellectuals. അത്രയ്ക്ക് നല്ല ശാസ്ത്രജ്ഞന്മാരാണ് ഇവ ചെയ്ത് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ വളരെ നന്നായി ഇവയ്ക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. റൈറ്റ്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? Can you hear me? ഉണ്ട് സർ. Okay. 1 minute. Okay. Now let's continue to the next point. The author brings to our attention the event when the then world chess champion Garry Kasparov was defeated by the computer Deep Blue in a game of chess. ഇത്തരം നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന, ഇത്തരം ബുദ്ധിമാന്മാരായിട്ടുള്ള മനുഷ്യർ വർഷങ്ങളുടെ കഠിന പ്രയത്നത്തിലൂടെയാണ് ഇത്തരം നിർമ്മിത ബുദ്ധി അടങ്ങുന്ന കമ്പ്യൂട്ടേഴ്സിനെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനൊരു ഉദാഹരണം ഇദ്ദേഹം പറയുന്നു. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. The author brings to attention the event when the then world chess champion Garry Kasparov was defeated by the computer. വർഷങ്ങൾക്ക് മുൻപ്
ഉണ്ടായിരുന്ന ഒരു ചെസ് ചാമ്പ്യനാണ് ഗാരി കാസ്പറോ. ഇദ്ദേഹം ഒരു കമ്പ്യൂട്ടറുമായിട്ട് ഒരു ചെസ് ഗെയിം കളിക്കുകയുണ്ടായി. ആ കമ്പ്യൂട്ടറിന്റെ പേരാണ് ഡീപ്പർ ബ്ലൂ. ഓക്കെ. The author, however, was not overwhelmed by Deeper Blue, the computer, but instead showers praises at the team behind the creation of this computer. തീർച്ചയായിട്ടും ആ ഒരു ഗെയിമിൽ ഈ ഒരു കമ്പ്യൂട്ടറാണ് വിജയിച്ചത്. ഇപ്പോൾ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് വളരെയധികം പഠിച്ച ഈ എഴുത്തുകാരന് അതിലൊരു അത്ഭുതം തോന്നിയില്ല. കാരണം അത്രയേറെ പഠിക്കുകയും വർഷങ്ങൾ കൊണ്ടുള്ള പ്രയത്നം കൊണ്ടുള്ള ശാസ്ത്രജ്ഞരുടെ പരിശ്രമമാണ് ഡീപ്പർ ബ്ലൂ എന്നുള്ളത്. ഗാരി കാസ്പറോവിന്റെ ഓരോ ചെസ് കളിയും നീക്കങ്ങളും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് അതിന് വേണ്ടുന്ന റിയാക്ഷൻ എന്താണ് ഡീപ്പർ ബ്ലൂ എന്ന കമ്പ്യൂട്ടർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് വിശദമായി റിസർച്ച് ചെയ്ത് വർഷങ്ങൾ നീണ്ട പഠനത്തിനൊടുവിലാണ് ഈ ഒരു കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുകയും അതിന് ഗാരി കാസ് എഴുത്തുകാരന് ഇതൊരു ഒരു അത്ഭുതം തോന്നിയില്ല. തീർച്ചയായിട്ടും ഡീപ്പർ ബ്ലൂ എന്ന കമ്പ്യൂട്ടർ ഇതിനു വേണ്ടി പ്രോഗ്രാംഡ് ആയിരുന്നു. ഗാരി കാസ്പറോവിനെ എന്ന മനുഷ്യനെ പൂർണ്ണമായും പഠിച്ചിട്ടാണ് ആ കമ്പ്യൂട്ടർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വിജയം സുനിശ്ചിതമായിരുന്നു. അത്രയ്ക്ക് സ്മാർട്ടായിരുന്നു. സോ ദിസ് എക്സാമ്പിൾ പ്രൂവ്സ് ഹൗ സ്മാർട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആർ ദീസ് ഡേയ്സ്. റൈറ്റ്. Now let's go to the next point. The author then proceeds to a topic of contention, that is whether or not AIs possess conscious understanding as humans do. അങ്ങനെ എഴുത്തുകാരൻ ഇവിടെ സമർത്ഥിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തീർച്ചയായിട്ടും മനുഷ്യനേക്കാൾ സ്മാർട്ടാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇസ് ഫാർ മോർ സ്മാർട്ട് ദാൻ ഹ്യൂമൻ ബീയിങ്സ് ആർ. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തുവാൻ, റീപ്ലേസ് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കഴിയുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ഒരു ചോദ്യമാണ് അദ്ദേഹം ഇനി പരിശോധിക്കുന്നത്. He brings in a narration by the American philosopher John Searle, who explained artificial intelligence to be merely involving a procedure wherein a person is seated in a room to decipher Chinese symbols marked on a box which appears through a hatch and disappears through another. ഇപ്പോൾ പൂർണ്ണമായും മനുഷ്യനെ റീപ്ലേസ് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പറ്റുമോ? പൂർണ്ണമായിട്ടും ഒരു റോബോട്ടിന് നമ്മളെ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ ഡസ് എ ലോട്ട് ഓഫ് ജോബ്സ്. ഇപ്പോൾ ഈവൻ ഐ ആം എ ടീച്ചർ. ഞാൻ എന്ന ടീച്ചറിനെ പൂർണ്ണമായിട്ട് ഒരു റോബോട്ടിന് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് പകരം ഒരു റോബോട്ടിനെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ ഏർപ്പെടുത്തിയാൽ മതിയല്ലോ. അങ്ങനെ പറ്റുമോ എന്ന് ചിന്തിക്കുന്നു ഇദ്ദേഹം. ഇതിന് ഉത്തരമായിട്ട് അമേരിക്കൻ ചിന്തകനായ ജോൺ സേൾ ഈ ഒരു പ്രശ്നത്തിനെ കുറിച്ച് പഠിച്ച് പറഞ്ഞൊരു ഉത്തരവുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് ലളിതമായിട്ട് ഒരു അവസ്ഥയിലൂടെയാണ് അദ്ദേഹം പറയുന്നത്. ഒരു വ്യക്തിയെ ഒരു മുറിയിൽ ഇരുത്തിയിരിക്കുകയാണ്. ഓക്കെ, ഹി സീറ്റഡ് ഇൻ എ റൂം. ഈ ഒരു മുറിയിൽ 2 ഹാച്ചസ് ഉണ്ട്. ഹാച്ചസ് എന്ന് പറഞ്ഞാൽ ഒരു എൻട്രൻസ് ഉണ്ട്, ഒരു എക്സിറ്റ് ഉണ്ട്. ഓക്കെ, എൻട്രൻസിലൂടെ ഒരു പെട്ടി ഈ മനുഷ്യന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഈ പെട്ടിയിൽ ഒരു ചൈനീസ് ലിപിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചൈനീസ് ലിപി നമുക്കറിയാം അല്ലെ, ഇങ്ങനെയൊക്കെ വളരെ എന്താ പറയേണ്ടുള്ളത്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഭാഷയാണല്ലോ ചൈനീസ് ലിപി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. ഈ ഒരു പെട്ടിയിലാണ്, ഈ മുറിയിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു പെട്ടിയിലാണ് ഈ ഒരു ചൈനീസ് ലിപി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് വരുന്നു, പെട്ടി വരുന്നു, ഇത് മറ്റ് ഹാച്ച് വഴി ഇത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? അപ്പൊ ഈ മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഒരു ജോലിയുണ്ട്. എന്താണെന്ന് അറിയാമോ? All that the person is required to do is to look up a reference book which helps decipher the meaning of the Chinese letters marked upon the boxes. ഈ മനുഷ്യന് തന്നിരിക്കുന്ന ചുമതല ഇതാണ്:
മനുഷ്യന്റെ കയ്യിൽ ഒരു റെഫറൻസ് പുസ്തകം കൊടുത്തിട്ടുണ്ട്. ഇതാണ് റെഫറൻസ് പുസ്തകം. ഇപ്പോൾ വരുന്ന പെട്ടിയുടെ മുകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ചൈനീസ് സിംബലിനെ ഈ പുസ്തകത്തിന്റെ സഹായത്തോടു കൂടി റെഫർ ചെയ്ത് എന്താണ് ആ ഒരു സിംബലിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കുക. ഇതാണ് ഈ മനുഷ്യന് കൊടുത്തിരിക്കുന്ന ചുമതല. ഓക്കെ, അതിന് സഹായിക്കാനായിട്ട് ഒരു പുസ്തകവും കൊടുത്തിട്ടുണ്ട്. Did you understand? Searle argues that the person is merely equating the meaning of the Chinese letters in the reference book with that of the marking on the boxes. ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? ഈ പുസ്തകം തുറന്ന് ചൈനീസ് സിംബൽ എന്താണെന്ന് ഇതിൽ നോക്കി മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. Did you understand? അദ്ദേഹത്തിന്റെ ബുദ്ധി ഉപയോഗിക്കുന്നില്ല. And this does not mean that the person is familiar in using Chinese language. ഇതിനർത്ഥം ഈ മുറിയിൽ ഇരുന്ന് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന് ചൈനീസ് ഭാഷ വശമാണ് എന്നല്ല ഇതിന്റെ അർത്ഥം. ഈ മനുഷ്യൻ റെഫറൻസ് ബുക്ക് ഉപയോഗിച്ച് ആ പെട്ടിയിൽ വരുന്ന രേഖപ്പെടുത്തിയിരിക്കുന്ന ചൈനീസ് സിംബലിനെ മനസ്സിലാക്കുന്നു പുസ്തകത്തിന്റെ സഹായത്തോടു കൂടി. This does not mean that the man knows the Chinese language. Did you understand? AIs to refer to mere equations and hence do not possess any sort of consciousness or deeper levels of understanding just as human beings possess. ഇത് തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് വേണ്ടി പ്രോഗ്രാംഡ് ആയിട്ടുള്ള ആ ഒരു മെഷീൻ അതിന് ചില ഇക്വേഷൻസ് കൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ ഇങ്ങനെ മറുപടി പറയുക, ഹലോ എന്ന് പറഞ്ഞാൽ തിരിച്ച് ഹലോ എന്ന് പറയുക. അങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അല്ലാതെ ഒരു മനുഷ്യൻ, നേരത്തെ പറഞ്ഞു ആ മനുഷ്യന് ചൈനീസ് ഭാഷ അറിഞ്ഞുകൂടാ, പക്ഷെ അത് റെഫറൻസ് ബുക്കിന്റെ സഹായത്തോടു കൂടി അയാൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര മാത്രം ലളിതമായൊരു കാര്യമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പൊ ഇവിടെ പ്രൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ഒരു റോബോട്ടിന് മനുഷ്യനെ തത്തുല്യമാകാൻ സാധിക്കുകയില്ല. ഇപ്പോഴെന്നല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇനി എത്ര വളർന്നാലും ആ കാലഘട്ടത്തൊന്നും തന്നെ മനുഷ്യനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. മനുഷ്യൻ തന്നെയാണ്. ഒരിക്കലും ഒരു മനുഷ്യനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക്, മനസ്സിലാക്കലിലേക്ക് എഴുത്തുകാരൻ എത്തിച്ചേരുകയാണ്. ഈ ഒരു ചോദ്യത്തിനെ അവലംബിച്ചാണല്ലോ അദ്ദേഹം ഈ എസ്സേ എഴുതുന്നത്. അതിന് ജോൺ സേൾ എന്ന ഈ ഒരു അമേരിക്കൻ തത്വചിന്തകൻ പറഞ്ഞ ഉദാഹരണം അദ്ദേഹം ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. Now, let's move to the conclusion. അദ്ദേഹം ഈ എസ്സേ കൺക്ലൂഡ് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത് മനുഷ്യനെ പോലെയുള്ള ഒരു മനസ്സ് നിർമ്മിത ബുദ്ധികൾക്കില്ല. ഒരു മനുഷ്യന്റെ മനസ്സാണ്, നമ്മുടെ മനുഷ്യന്റെ മനസ്സാണ് നമ്മൾ കൂടുതൽ. ഫോർ എക്സാമ്പിൾ, യു ആർ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു മീ, റൈറ്റ്? അപ്പൊ ഈ ഒരു ക്ലാസ് ലളിതമായി തുടങ്ങി എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി പതിയെ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഈ ഒരു ടോപ്പിക്കിലേക്ക് വന്ന് പതിയെ നിങ്ങളെ ആ ഒരു വിഷയം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ് മനുഷ്യൻ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. ചെറുതിൽ നിന്നും, സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലേക്കാണ് നമ്മൾ പോകുന്നത്, അല്ലേ? ഭാഷ പോലും അങ്ങനെയല്ലേ പഠിച്ചത്. ആദ്യം ആൽഫബറ്റ്സ് പഠിച്ചു, വാക്കുകൾ പഠിച്ചു, പിന്നീട് അക്ഷരങ്ങൾ എഴുതാൻ പഠിച്ചു, പിന്നെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് നീണ്ട വാക്യങ്ങൾ എഴുതാൻ പഠിച്ചു, അല്ലേ? അതേസമയം മെഷീനുകളാണെങ്കിലോ അങ്ങനെയല്ല. അവയ്ക്ക് ഒരു മനുഷ്യന്റെ മനസ്സ് പോലെ അടുക്കും ചിട്ടയുമായിട്ട് നിരന്തരം വർഷങ്ങളുടെ പ്രവർത്തനം കൊണ്ട് പഠിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. അവയെ ഒരു ഇക്വേഷൻ, ഒരു പ്രോഗ്രാം കൊണ്ട് ഹലോ എന്ന് പറഞ്ഞാൽ തിരിച്ച് ഹലോ എന്ന് പറയാൻ മാത്രം അറിയാവുന്ന ഒരു മാത്രമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യുന്നത്, അല്ലേ? അല്ലാതെ ഒരു മനുഷ്യനെ പോലെ അതിന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല, നിർമ്മിത ബുദ്ധി എത്ര തന്നെ വളർന്നാലും. റൈറ്റ്? Let me quickly read the few sentences and stop the class. He says that accepting a conscious self in machines would mean something mysterious or being possessed by some spiritual entity. ഒരിക്കലും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ മനുഷ്യന്റെ മനസ്സ് പോലെ
സ്വയം ചിന്തിക്കുകയും തീരുമാനങ്ങൾ എടുക്കുവാനും അത്രയ്ക്ക് ആഴത്തിലുള്ള ചിന്തകളും ഒന്നും അവയ്ക്ക് പറ്റില്ല. ഒരിക്കലും അത് സാധ്യമാവുകയുമില്ല. He hopes his discussions had helped in tackling the question, and after all, scientific world has not yet achieved a comprehension of human consciousness. Human conscious, മനുഷ്യ മനസ്സെന്ന് പറഞ്ഞാൽ അത്ര തീക്ഷ്ണമായ ചിന്തകളുടെ, തീക്ഷ്ണമായ കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു കാര്യമാണ്. മനുഷ്യന്റെ ആ ഒരു മനസ്സിനെ പോലെ കോംപ്ലക്സിറ്റി ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എത്ര ബുദ്ധിയുള്ള ശാസ്ത്രജ്ഞന്മാർ ചിന്തിച്ചാലും അത്രത്തോളം ഒരു നിർമ്മിതി ഉണ്ടാക്കുവാൻ, മനുഷ്യനോളം ചിന്തിക്കുവാൻ, ആഴങ്ങളിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ശേഷിക്കുന്ന ഒരു റോബോട്ടിനെയോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണത്തിനെയോ നിർമ്മിക്കുവാൻ സാധിക്കുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ആ ഒരു എസ്സേ അദ്ദേഹം നിർത്തുകയാണ് ചെയ്യുന്നത്. I hope you understood the essay. Right. Now I have recorded the session for your help. I'll be supplying you this recorded version to you. So thank you for attending the class. You can now put your attendance. നിങ്ങൾക്ക് നിങ്ങളുടെ attendance നിങ്ങൾക്ക് chat